മുനിമാര് തുടരുകയാണ് അവരുടെ ചിന്ത. എന്നിരുന്നാലും ദുർമാർഗത്തിലൂടെ ചരിക്കുന്ന അവനെ നല്ല വാക്കുകൾ പറഞ്ഞും ഉപദേശിച്ചും നേർവഴിക്ക് കൊണ്ടുവരണം. അതിന് സാധിച്ചാൽ അവൻ്റെ പാപകർമ്മങ്ങളുടെ ഫലം നമ്മളെ സ്പർശിക്കാതിരിക്കും. ദുരാചാരിയായിരുന്ന വേനനെ അതറിഞ്ഞുകൊണ്ട് തന്നെ രാജാവാക്കിയതും നമ്മളല്ലേ. അതിനാൽ അവൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലം നമ്മെയും ബാധിക്കും. അതുകൊണ്ട് അവനെ ഉപദേശിച്ച് നന്നാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആദ്യത്തെ കാര്യം ഉപദേശിച്ച് നോക്കുക എന്നുള്ളതാണ്. ഒരു കൗൺസിലിംഗ് കൊടുക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു, വേനൻ്റെ അച്ഛൻ പലതരത്തിലുള്ള കൗൺസിലിംഗ് കൊടുത്തു നോക്കിയതാ, പക്ഷെ പ്രയോജനപ്പെട്ടില്ല. ഇപ്പം മുനിമാര് ഒന്ന് കൗൺസിൽ ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയുള്ള മുനിമാര്? വേദജ്ഞരും ക്രാന്തദർശികളുമായ മുനിമാര്, നല്ല അറിവുള്ളവരാ ഇവർ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. അവര് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിരുന്നാലും ദുർമാർഗത്തിലൂടെ ചരിക്കുന്ന അവനെ നല്ല വാക്കുകൾ പറഞ്ഞും ഉപദേശിച്ചും നേർവഴിക്ക് കൊണ്ടുവരണം. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞും ഉപദേശിച്ചും ഒരാൾക്കും ഒരു വഴിക്കും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മളത് നേരത്തെ കേട്ടതാണത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഓരോരുത്തരുടെയും തലച്ചോറിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് മാത്രമേ ഓരോരുത്തരും പെരുമാറുകയുള്ളൂ. എന്നിരുന്നാലും ദുർമാർഗത്തിലൂടെ ചരിക്കുന്ന അവനെ നല്ല വാക്കുകൾ പറഞ്ഞും ഉപദേശിച്ചും നേർവഴിക്ക് കൊണ്ടുവരണം. അതിന് സാധിച്ചാൽ അവൻ്റെ പാപകർമ്മങ്ങളുടെ ഫലം നമ്മളെ സ്പർശിക്കാതിരിക്കും. ഇവര് എടുത്ത തീരുമാനമാണല്ലോ നടപ്പിലാക്കിയത്. അപ്പോൾ ആ തീരുമാനം കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ ഫലം ഇവരും അനുഭവിക്കേണ്ടി വരും. നമ്മൾ പ്രേരിപ്പിച്ചിട്ട് ഒരാളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഗുണദോഷങ്ങൾ നമ്മളും അനുഭവിക്കേണ്ടി വരും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ഭരണഘടനയിൽ പ്രേരണാക്കുറ്റം ഒരു വലിയ കുറ്റം തന്നെയാണ്. ഇപ്പൊ പ്രേരിപ്പിക്കുന്നയാൾക്കും ചെയ്യുന്നയാൾക്കുള്ളതുപോലെ തന്നെയുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട്. അതിന് സാധിച്ചാൽ അവൻ്റെ പാപകർമ്മങ്ങളുടെ ഫലം നമ്മളെ സ്പർശിക്കാതിരിക്കുകയും ദുരാചാരിയായിരുന്ന വേനനെ അതറിഞ്ഞുകൊണ്ട് തന്നെ രാജാവാക്കിയതും നമ്മളല്ലേ. അപ്പം നമ്മൾ ഉപദേശിച്ച് അവൻ നേർവഴിക്കലായാൽ അവൻ്റെ പാപകർമ്മങ്ങളുടെ ഫലം നമ്മളെ സ്പർശിക്കില്ല. ദുരാചാരിയായിരുന്ന വേനനെ, ഇവൻ ദുരാചാരിയാണ്, ഇവൻ്റെ ദുരാചാരം കൊണ്ടാണ് ഇവൻ്റെ അച്ഛൻ സഹിക്കാതെ നാട് വിട്ടു പോയതും ഒക്കെ നമുക്കറിയാം. എന്നാലും ചില സന്ദർഭങ്ങളിൽ മനുഷ്യരങ്ങനെയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവരുടെ അറിവുകൾ തമസ്കരിക്കപ്പെടുകയും, അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവുകൾ തമസ്കരിക്കപ്പെടുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പൂർവാർജിതമായ അറിവുകൾ അല്ല കാരണമാകുന്നത്, മറ്റു പലതുമാണ് കാരണമാകുന്നത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെയിനിൽ ആ സമയത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ കാരണമാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. അത് നമുക്ക് എന്തൊക്കെ നേരത്തെ അറിയാമായിരുന്നു, എന്തൊക്കെ നേരത്തെ അറിയാമായിരുന്നില്ല എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുരാചാരിയായിരുന്ന വേനനെ അതറിഞ്ഞുകൊണ്ട് തന്നെ രാജാവാക്കിയതും നമ്മളല്ലേ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് അതേപോലെ കാണാൻ സാധിക്കും. നമുക്കറിയാം, എന്നാലും നമ്മളത് ചെയ്യും. അതാണ് പ്രസിദ്ധമായിട്ടുള്ള പാണ്ഡവഗീതയിൽ വ്യാസൻ ദുര്യോധനനെ കൊണ്ട് പറയിപ്പിച്ചത്, ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ജാനാമി ധർമ്മം നജമേ പ്രവർത്തി, ധർമ്മം എനിക്കറിയാം, പക്ഷെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. സാഹചര്യം വന്നപ്പോൾ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. ജാനാമ്യ അധർമ്മം നജമേ നിവൃത്തി, അധർമ്മമാണെന്നറിയാം, എന്നാലും ചെയ്യേണ്ടി വന്നു.
കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ഏതോ ഒരു ദേവൻ എൻ്റെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു. അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദുരാചാരിയായിരുന്ന വേനനെ അതറിഞ്ഞുകൊണ്ട് തന്നെ രാജാവാക്കിയതും നമ്മളല്ലേ. അതിനാൽ അവൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലം നമ്മെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അവനെ ഉപദേശിച്ച് നന്നാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അവരുടെ തീരുമാനമാണ് നടപ്പിലായത്. അതുകൊണ്ട് അവരുടെ തീരുമാനം നടപ്പിലായത് ശരിയല്ലാത്ത രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് വേണ്ടത് ചെയ്യാൻ ഒരുമ്പെടുകയാണ് അവർ ചെയ്യുന്നത്. ഇനി അഥവാ അധർമ്മചാരിയായ അവൻ നമ്മുടെ സതുപദേശത്തെ ചെവിക്കൊള്ളാതെ ധിക്കരിക്കുകയാണെങ്കിൽ ലോകമര്യാദകളെ ഉല്ലംഘിച്ചു എന്ന കൊടിയ പാപത്താൽ തന്നെ മൃഗതുല്യനായ അവനെ നമ്മുടെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കാം. ലോകക്ഷേമത്തിന് ആവശ്യമാണെങ്കിൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി അഥവാ അധർമ്മചാരിയായ അവൻ നമ്മുടെ സതുദ്ദേശത്തെ ചെവിക്കൊള്ളാതെ ധിക്കരിക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട്. കൗൺസിലിംഗ് നടത്തുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല, നെഗറ്റീവായിട്ടാണെങ്കിലോ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് അങ്ങനെ ആ സാധ്യതയുണ്ട്. അതാണ് ഇവർക്ക് വരുംപരായികകൾ ചിന്തിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഏറെക്കുറെ ശരി തന്നെയാണ്. ഇവരുടെ വരുംപരായികകളെ കുറിച്ചിട്ട് ഇവർ വരുംപരായികകളെ കുറിച്ച് അവരുടെ വരുംപരായികകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവരത് ചിന്തിച്ചിട്ടാണ്. നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. അപ്പോഴും നമ്മൾ ഉപദേശിച്ചിട്ട് ഇവൻ കേട്ടില്ലെങ്കിലോ, അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇനി അഥവാ അധർമ്മചാരിയായ അവൻ നമ്മുടെ സതുപദേശത്തെ ചെവിക്കൊള്ളാതെ ധിക്കരിക്കുകയാണെങ്കിൽ ലോകമര്യാദകളെ ഉല്ലംഘിച്ചു എന്ന കൊടിയ പാപത്താൽ തന്നെ മൃഗതുല്യനായ അവനെ നമ്മുടെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കാം. നമ്മളൊരാളോട് നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ ആള് ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക? ദേഷ്യം ഉണ്ടാവുക. അപ്പോൾ ആ ദേഷ്യം തന്നെയാണ് ഇവർക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിനെ അവരൊന്നും ഭംഗിയായിട്ട് പറഞ്ഞു എന്ന് മാത്രം, ലോകമര്യാദകളെ ഉല്ലംഘിച്ചു എന്ന കൊടിയ പാപത്താൽ തന്നെ മൃഗതുല്യനായ അവനെ നമ്മുടെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കാം. മുനിമാരുടെ ക്രോധാഗ്നിയിൽ ദഹിച്ചാൽ എന്താ സംഭവിക്കാൻ? മരിച്ചു പോകും. അവരുടെ ക്രോധാഗ്നിക്ക് നിഗ്രഹശക്തിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് ഉപദേശിച്ച് നോക്കാം. നമ്മുടെ ഉപദേശം അവൻ ചെവി കൊള്ളുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു രോഷം വരും. ഇവിടെ ആ രോഷം ലോകോപകാരാർത്ഥാണ്. അതായത് ഇത് ധാർമ്മികമായ രോഷമാണ്, അധാർമികമായ രോഷമല്ല. ആ ധാർമ്മികമായ രോഷാഗ്നിയിൽ നമുക്കവനെ ദഹിപ്പിക്കാം. ലോകക്ഷേമത്തിന് ആവശ്യമാണെങ്കിൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരാളെ ഇല്ലാതാക്കുന്നതാണ് ലോകക്ഷേമത്തിന് ഗുണകരമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ശരിക്കും അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ലാതെ ചിന്തിക്കുന്ന ഒരാൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ എന്നുള്ളത് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിക്കണം എന്നുള്ള ശാഠ്യം ശരിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ഈ ലോകത്തിലെ ഓരോ ജീവനും അധികാരമില്ലേ എന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലാതെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കാൻ നമുക്ക് അധികാരമുണ്ടോ എന്നും നാം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ശരികളെ മാനിക്കാത്തവരെ ഇല്ലാണ്ടയാക്കുന്നതിൽ എന്തു ശരിയാണുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ നാടെന്ന് പറയുന്നത് ഈ ഇട്ടാവട്ട സ്ഥലം മാത്രമല്ല, ഈ ലോകം മുഴുവൻ നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒന്ന് ചുറ്റുപാടുകളിലും കണ്ണോടിച്ചാൽ എത്രയോ പേര് ഇല്ലാതെയാക്കുന്നത് ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ബോധ്യം വരും. അങ്ങനെ ഇല്ലാതാക്കാൻ വേനൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അയാളെ ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയവർക്കല്ലേ ശരിക്കും ഉത്തരവാദിത്വം ഉള്ളത്.
എന്നിട്ട് ശരിയല്ലാത്ത ഒരുത്തനെ ശരി ചെയ്യേണ്ടുന്ന ഒരു സ്ഥാനത്തിരുത്തിയിട്ട് അവൻ ശരി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ലോകക്ഷേമത്തിന് ആവശ്യമാണെങ്കിൽ ആരാണിത് തീരുമാനിക്കുന്നത്? ലോകക്ഷേമത്തെ ആരാണ് ലോകത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് തീരുമാനിക്കാൻ അധികാരി? ലോകത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അധികാരം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുവാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതാണ്. ലോകക്ഷേമത്തിന് ആവശ്യമാണെങ്കിൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. ഈ വിധം നിശ്ചയിച്ചുറപ്പിച്ച മഹർഷിമാർ തങ്ങളുടെ കോപത്തെ പുറത്ത് കാണിക്കാതെ, അവർക്ക് വേനനോടാണ് ദേഷ്യം, ശരിക്കും അവർക്ക് വേനനോടല്ല ദേഷ്യം ഉണ്ടാവേണ്ടത്, അവർക്ക് അവരവരോടാണ് ദേഷ്യം ഉണ്ടാവേണ്ടത്. കാരണം അവരല്ലേ ഈ സാധനം ചെയ്തത്. അപ്പോൾ ഈ വിധം നിശ്ചയിച്ചുറപ്പിച്ച മഹർഷിമാർ തങ്ങളുടെ കോപത്തെ പുറത്തു കാണിക്കാതെ, ആരെ പോലെ? നമ്മളെ പോലെ. നമുക്കും പല സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിൽ ദേഷ്യം വരാറുണ്ട്, പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കാറില്ലല്ലോ. അതേപോലെ തന്നെ ഈ ഭാഗവതത്തിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്, നമ്മുടെ പല ഭാവങ്ങളാണ്. ഈ വിധം നിശ്ചയിച്ചുറപ്പിച്ച മഹർഷിമാർ തങ്ങളുടെ കോപത്തെ പുറത്തു കാണിക്കാതെ അടക്കി വെച്ചുകൊണ്ട് വേനൻ്റെ അടുത്ത് ചെന്നു. നമ്മളും ഇങ്ങനെ തന്നെയാ പലരുടെയും അടുത്ത് പോകാറ് പതിവ്. അവർ സാമവചസ്സുകൾ കൊണ്ട് അവനെ സാന്ത്വനിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ആദ്യം സാമമാണ്. ഇവരിതിലെ ദാനഭേദങ്ങളില്ല. ഇനി അടുത്തത് ദണ്ഡത്തിലേക്കാണ് നേരെ കണക്കാൻ പോകുന്നത്. പക്ഷെ ആദ്യം സാമവചസ്സുക്കളാണ്. അവർ സാമവചസ്സുകൾ കൊണ്ട് അവനെ സാന്ത്വനിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അവൻ്റെ അടുത്ത് ചെന്നിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു. മുനയ ഊചു, മുനിമാര് പറഞ്ഞു, നൃപോത്തമ, അങ്ങയുടെ ആയുസ്, ഐശ്വര്യം, ബലം, കീർത്തി എന്നിവ വർദ്ധിക്കുന്നതിന് സഹായകമായ കാര്യമാണ് ഞങ്ങൾ അങ്ങയെ ധരിപ്പിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും. എന്ത് ശ്രവിക്കുന്നതും ശ്രദ്ധാപൂർവമായിരിക്കണം. നൃപോത്തമ, അങ്ങയുടെ ആയുസ്, ഐശ്വര്യം, ബലം, കീർത്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ അങ്ങയെ ധരിപ്പിക്കാൻ പോകുന്നത്. ഇത് അങ്ങേക്ക് മാത്രം, അദ്ദേഹത്തിന് മാത്രമല്ല, വേനന് മാത്രമല്ല, നമുക്കും ഗുണപ്രദമാണ്. നമ്മുടെ ഇനി ഇവർ പറയാൻ പോകുന്നത് നമ്മുടെയും ആയുസ്സും ഐശ്വര്യവും ബലവും കീർത്തിയും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും. വേനൻ ആരാ സത്യത്തില്? വേനൻ ഞാനും നിങ്ങളുമാണ്. അഹങ്കാരം കൊണ്ട് മൂത്ത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ പലതും ചെയ്ത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഞാനും നിങ്ങളും തന്നെയാണ് ഈ വേനൻ. ആ വേനനോടാണ് മുനിമാർ വന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിച്ച് കേട്ടാൽ, പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ അല്ലാതെ കേട്ടാൽ ആ അറിവുകളെ നാം സ്വാംശീകരിക്കും. അതിനെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിക്കും, അത് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ആയുസ്, ഐശ്വര്യം, ബലം, കീർത്തി ഇവ വർദ്ധിക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും നമ്മളും. മനുഷ്യർ തങ്ങളുടെ വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയാൽ ആചരിക്കപ്പെടുന്ന ധർമ്മം അവരുടെ ചരമശേഷം ദുഃഖസ്പർശമില്ലാത്ത സ്വർഗം തുടങ്ങിയ ലോകങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുന്നു. സ്വർഗവാസം തുടങ്ങിയ സുഖഭോഗങ്ങളിൽ ഇച്ഛയില്ലാത്തവരും സകല കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന നിസ്സംഗന്മാർക്ക് കൈവല്യവും സിദ്ധിക്കുന്നു. ലോകത്തില് 2 തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്ന്, ഒരു കൂട്ടര് ദുഃഖത്തെ ദുഃഖസ്പർശമില്ലാത്ത സ്വർഗപ്രാപ്തിക്ക് ആഗ്രഹിക്കുന്നവർ. ദുഃഖസ്പർശമില്ലാത്ത സ്വർഗപ്രാപ്തി, അതിനെ ആഗ്രഹിക്കുന്നവരാണ് ഒരു കൂട്ടര്. കാരണം ഈ ജന്മത്തിൽ നല്ല ജീവിതം ഉണ്ടാകണം, ഇവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകണം, ഇവിടം വിട്ടുകഴിഞ്ഞാലും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നവർ. അല്ലാത്തവര്
കൈവല്യത്തെയാണ് ആഗ്രഹിക്കുക. അവർക്ക് ജന്മജന്മാന്തരങ്ങളിലും ഈ ലോകത്തിലും പരലോകത്തിലും ഒന്നും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടർക്കും ഈ ലോകത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ജനന മരണങ്ങളാകുന്ന ജീവിത ചക്രത്തിൽ പെടുമ്പോഴും സുഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനപ്പുറം പോയാൽ സുഖമുണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നവരും, രണ്ടു കൂട്ടർക്കും ഈ പറയാൻ പോകുന്ന കാര്യം ഒരേപോലെ ശരിയാണ്. എന്താണത്? മനുഷ്യർ തങ്ങളുടെ വാക്ക്, മനസ്സ്, ദേഹം, ബുദ്ധി എന്നിവയാൽ ആചരിക്കപ്പെടുന്ന ധർമ്മം അവരുടെ ചരമശേഷം ദുഃഖസ്പർശമില്ലാത്ത സ്വർഗം തുടങ്ങിയ ലോകങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പം ധർമ്മം ആണ് ആചരിക്കേണ്ടത്. അതെങ്ങനെ ആചരിക്കണം? വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ബുദ്ധി കൊണ്ടും ധർമ്മം ആചരിക്കണം. ആ ധർമാചരണം, അതായത് സർവാത്മന ധർമ്മം ആചരിക്കണം. ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടല്ല, കപടതയോട് കൂടിയിട്ടല്ല, കാപട്യമില്ലാതെ നിഷ്കപടതയോടെ ധർമാചരണം നടത്തണം. അങ്ങനെ നടത്തിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നടത്തിയാൽ അവരുടെ ചരമശേഷം ദുഃഖസ്പർശമില്ലാത്ത സ്വർഗം തുടങ്ങിയ ലോകങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുന്നു അവരുടെ ധർമാചരണം. ഇനിയും സ്വർഗവാസം തുടങ്ങിയ സുഖഭോഗങ്ങളിൽ ഇച്ഛയില്ലാത്തവരും സകല കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന നിസ്സംഗന്മാർക്ക് അത് കൈവല്യത്തെയും കൊടുക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരും അല്ലാത്തവരും, രണ്ടു കൂട്ടർക്കും സർവാത്മനാ ഉള്ള ധർമാചരണം നല്ലതു തന്നെയാണ്. പരാക്രമിയായ മഹാരാജാവേ, പ്രജാക്ഷേമത്തിൽ ഉത്സുകനായി അവരെ പരിപാലിക്കുക എന്ന അങ്ങയുടെ ധർമ്മത്തിന് നാശമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങൊരു രാജാവാണ്. രാജാവിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പ്രജാക്ഷേമ താല്പര്യമാണ്. അതുകൊണ്ട് പ്രജാക്ഷേമത്തിൽ ഉത്സുകനായി അവരെ പരിപാലിക്കുക എന്ന അങ്ങയുടെ ധർമ്മത്തിന് നാശമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ അവരവരെ പരിപാലിക്കാനല്ല അധികാരസ്ഥാനം കൊടുക്കുന്നത്. അവരവരുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടല്ല, അത് പ്രജകളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നുണ്ടോ? അത് നശിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അങ്ങ് ശ്രദ്ധിക്കണം. ആ ധർമ്മത്തിന് നാശമുണ്ടായാൽ രാജാവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതാകും. അതാണ് ഒരു രാജാവിൻ്റെ കരുത്ത്. ആ കരുത്ത് ഇല്ലാണ്ടാകും. സകല രാജാക്കന്മാർക്കും ഇത് ബാധകമാകുന്നു. ഇന്നത്തെ രാജാക്കന്മാർക്കും ഇത് ബാധകമാണ്. ഇന്നത്തെ രാജാക്കന്മാർ വ്യക്തികളല്ല ഇന്ന് രാജാവ്. ഇന്ന് ഒരു കൂട്ടം ആൾക്കാരാണ് രാജാക്കന്മാർ. അവരെയാണ് നമ്മൾ സർക്കാർ എന്ന് വിളിക്കുന്നത്. ആ സർക്കാരിനും ഈ ബാധ്യതയുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന്, ഇവിടെയും തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ രീതി വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ക്രാന്തദർശികളായ മുനിമാര് അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ രാജാവാക്കിയത്. അതും തെരഞ്ഞെടുത്തത് തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെയാണ് രാജാവായാലും. ഭരണാധികാരി എപ്പോഴും തെരഞ്ഞെടുക്കപ്പെടുന്നവർ തന്നെയാണ്. തെരഞ്ഞെടുക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവരുടെ ഉത്തരവാദിത്വം പ്രജാക്ഷേമത്തിൽ ഉത്സുകരായി അവരെ പരിപാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ധർമ്മത്തിന് നാശമുണ്ടായാൽ രാജാവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതാകും. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇവർ പ്രജാപരിപാലനത്തിൽ ഉത്സുകരായിട്ടല്ല, പ്രജാക്ഷേമത്തിൽ ഉത്സുകരായിട്ടല്ല രാജ്യത്തെ പരിപാലിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാക്ക് കസർത്തുകൾ ഭരണാധികാരികൾ എപ്പോഴും നടത്തുന്നത്. അങ്ങനെ അവർ നടത്തുന്ന വാചക കസർത്തുകളിൽ പെടാതെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവരുടെ കരുത്തില്ലാണ്ടാവും. അടുത്ത പ്രാവശ്യം അവരവിടെ കയറില്ല. അവരുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ അഭിപ്രായമാണ്. ജനങ്ങളുടെ അഭിപ്രായം എപ്പോഴും ശക്തമായി നിലകൊള്ളുക അവരെ പാലിക്കുന്നു അവർ തെരഞ്ഞെടുക്കുന്നവർ എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ആ തിരിച്ചറിവില്ലാതെയാകുന്ന കാലത്ത് ഈ രാജാവിൻ്റെ എല്ലാ ഐശ്വര്യവും, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സോവറിനിറ്റി, അവരുടെ അധികാരം ഇല്ലാണ്ടാവും.
സകല രാജാക്കന്മാർക്കും ഇത് ബാധകമാണ്. അന്ന് മാത്രമല്ല, ഇന്നും എന്നും. ഭാഗവതത്തിൻ്റെ ആനുകാലികതയും കൂടിയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. ഇത് ഏതോ ഒരു കാലത്ത് ആരോടോ പറഞ്ഞതല്ല. ഇതിൽ പറഞ്ഞതിനെല്ലാം എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഈ ഭാഗവതാദി പുരാണങ്ങൾ ആനുകാലിക പ്രസക്തിയോടുകൂടി പാരായണം ചെയ്യേണ്ടത് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ അനിവാര്യമാണ്.